ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ധർമ്മനും ഭാര്യയും കൂടെ ഹണിമൂണിന് പോകാനായിട്ട് റെഡിയാവുകയാണ് രാവിലെ തന്നെ. ആ സമയത്ത് ബാലൻ വന്ന് പറയാണ്, ഒരു 50,000 രൂപ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മോനെ, നീ ഇതും കൊണ്ട് പോയിട്ട് വാ, നല്ല സന്തോഷത്തോടു കൂടി ഹണിമൂണൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായിട്ട് വേണം നീ തിരിച്ച് വരാനായിട്ട്. പിന്നെ ഇത് 50,000 രൂപയുണ്ട്. ഇത് അത്ര വലിയ എമൗണ്ടൊന്നും തോന്നുന്നില്ല എനിക്ക്. തികഞ്ഞില്ലെങ്കിൽ നീ എന്നെ അറിയിക്കണം, ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. സാരമില്ല, എന്നാലും ഇത്രയും രൂപയുടെയൊക്കെ ആവശ്യമുണ്ട് അളിയാ, ഇത് തന്നെ കൂടുതലല്ലേ. അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട. എൻ്റെ മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്നതിന് ഞാനെന്തിനാ കണക്ക് നോക്കണേ? നീ എൻ്റെ മൂത്ത മകനല്ലേ, അതുകൊണ്ട് ഞാനതിന് കണക്ക് നോക്കുന്നില്ല. പിന്നെ സുകന്യയും കൊണ്ടുപോയി നല്ല സന്തോഷത്തോടെ വേണം പോയിട്ടൊക്കെ വരാട്ടോ. ഇതിനിടയ്ക്ക് ധർമ്മനെ മാറ്റി നിർത്തി ആര്യനും ആനന്ദും കൂടെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഹണിമൂൺ എന്താണെന്ന് അറിയോ മാമന്, പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. അപ്പോൾ ധർമ്മനും തിരിച്ച് വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. എടാ, നീയൊക്കെ ആദ്യം കല്യാണം കഴിഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷേ റൊമാൻറ്റിക്കിൽ എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്കൊന്നും പറ്റില്ല. നീ നോക്കിയോ, തിരിച്ച് വരുമ്പോൾ ഞാൻ സുകന്യ എൻ്റെ കൈ വെള്ളയിൽ വെച്ചിട്ടായിരിക്കും വരുന്നത്. ആ, അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. സുകന്യയും പോകാനായിട്ട് റെഡിയായി വന്നിരിക്കുക. ഗോമതി ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയാണ്, നിനക്ക് സന്തോഷമല്ലേ? അങ്ങ് പോയിട്ട് വരാമല്ലോ. വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നോ പോവാണെന്ന്? ആ, ഞാൻ അച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളിന്ന് തേക്കടിയിൽ ടൂറ് പോവാണെന്ന്, ഹണിമൂണിന് വേണ്ടിയിട്ട്. ഉടനെ അച്ഛൻ പറഞ്ഞു, അവിടെ ചെന്ന് വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരേന്നും. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അപ്പം തന്നെ അച്ഛനെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. മിത്ര അന്തം വിട്ടു പോയിട്ടോ. മിത്ര ചോദിക്കുന്നുണ്ട്, സ്വന്തം അച്ഛൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തോ? ആ, പിന്നെ എൻ്റെ അച്ഛൻ്റെ നമ്പർ അല്ലാതെ ഞാൻ വല്ലവരുടെ അച്ഛൻ്റെ നമ്പർ എടുത്ത് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ മിത്ര ഇങ്ങനെയൊക്കെ ചോദിക്കണേന്ന്. അതും കൂടെ കേൾക്കുമ്പോൾ തന്നെ ബാലനും അത്ര പന്തിയായിട്ടൊന്നും തോന്നുന്നില്ല സുകന്യയുടെ രീതിയും ആ ഒരു പെരുമാറ്റമൊന്നും. എന്നാലും എല്ലാവരുടെയും സന്തോഷത്തോടു കൂടി അവർ യാത്രയാവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേവിയെ എങ്ങനെയെങ്കിലും ദേവമംഗലത്ത് എത്തിക്കണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുകയാണ് നമ്മുടെ ഉദയഭാനും ഭാര്യയും. ആ സമയത്ത് ദേവിയോട് ഒന്ന് കാല് പിടിക്കും പോലെ പറയാണ്, മോളെ എങ്ങനെയെങ്കിലും നീ അവിടെ ചെല്ലണം, നീ ആനന്ദിനെ നോക്കണ്ട, നീ പൊക്കോ, നീ ഞാൻ ശ്രീകലയെ കൂടെ വിടാം, നിങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുക, അപ്പോൾ അവൻ്റെ മനസ്സൊക്കെ മാറും. പക്ഷേ ദേവി പറയണം, ഇനി എന്തൊക്കെ തന്നെ ആയാലും ശരി തന്നെ, നിങ്ങളെൻ്റെ കാല് പിടിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താലും ശരി തന്നെ, എൻ്റെ ആനന്ദേട്ടൻ വലിക്കാതെയും പറയാതെയും ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറില്ല, അത് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആനന്ദ് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. ആനന്ദ് ദേവിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് വീണ്ടും ആനന്ദിന് ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ വരുവാണ്. ദേവി ആദ്യമായിട്ട് ആ ഹോട്ടലിൽ വെച്ച് കാണുന്നതും, പിന്നെ വന്ന് കരഞ്ഞ് കാലി പിടിക്കുന്നതും, കള്ളത്തരങ്ങളെല്ലാം ഒന്നൊന്നായി അഴിഞ്ഞു വീഴുന്നതും ഒക്കെ, മുഴുവനും കള്ളം പറഞ്ഞാണ് ഇവിടം വരെ എത്തിയെന്നൊക്കെ അതിങ്ങനെ മനസ്സിൽ വന്ന് സങ്കടം കൊണ്ടിരിക്കുകയാണ്. അതും കൊണ്ട് നേരെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആനന്ദ് സ്വഭാവമൊക്കെ മാറി ഇപ്പോൾ ദേവിയെ തിരിച്ച് വിളിക്കാനായിട്ട് വന്നതാണെന്ന്. ആ, മോനെ എന്താ വിശേഷം? ആ, മോൻ വരുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് പറയാം, ഒരു ചെറിയ വിശേഷമുണ്ട്, അതിനെ ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ആഹാ, അത് ശരി, അപ്പോൾ ധർമ്മൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി അവരുടെ വിരുന്ന് കൊടുക്കുന്ന ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ, അതുപോലെയൊക്കെ ഒരു ചടങ്ങ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് വീട്ടിൽ ദേവമംഗലത്തേക്കല്ല വരേണ്ടത്, നേരെ കോടതിയിലേക്കാണ് വരേണ്ടത്. കോടതിയിലേക്കോ? അവിടെ എന്തിനാ? ആ, അവിടെയാണോ ഫംഗ്ഷൻ? ഇങ്ങനെയുള്ള ഫംഗ്ഷന് കോടതിയൊക്കെ വിട്ടുകൊടുക്കും മോനെ എന്ന് ഇവർ ചോദിക്കുക. അപ്പോൾ ആനന്ദിന് ദേഷ്യം വരണുണ്ട്. ആനന്ദ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തേ എന്നെ പൊട്ടനാക്കുവാണോ, അതോ അറിഞ്ഞിട്ട് അറിയാതെ പോലെ ഇരിക്കുകയാണോ, അത് അറിഞ്ഞൂടാത്തോണ്ടാണോ, എന്താ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഇല്ല, മോനെന്താ ഉദ്ദേശിച്ചത്? എന്നാ ഒരു കാര്യം ചെയ്യും, ദേ ഇതങ്ങ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് കയ്യിരുന്ന പേപ്പർ അങ്ങോട്ട് കൊടുക്കുക, കവറ്. അപ്പോൾ ക്ഷണിക്കാൻ വന്നപ്പോൾ ഒരു ക്ഷണക്കത്താണെന്നാണ് നമ്മൾ ഉദയഭാനും വിചാരിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഇതിനൊക്കെ എന്തിനാ മുന്നേ ക്ഷണക്കത്തൊക്കെ അടിച്ചത്? ജസ്റ്റ് ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? ഓ, ഇനിയിപ്പം ബാലൻ പറഞ്ഞാണോ അല്ലേ ഉദയഭാനു സാറിനെ നേരിട്ട് ചെന്ന് വിളിക്കണമെന്ന്, അതുകൊണ്ടായിരിക്കില്ലേ വന്നേ? ആ, അതുകൊണ്ട് തന്നെ വന്ന, നിങ്ങളത് വായിച്ച് നോക്ക്. അങ്ങനെ അത് പൊട്ടിച്ച് വായിക്കാൻ നോക്കുമ്പോൾ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. ഉദയഭാനുവിനത് വായിക്കാൻ പറ്റണില്ല. ഓ, വലിയ ബിസിനസ് മാഗ്നറ്റ് അല്ലേ, നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്ക്, നിങ്ങളുടെ മോളെ കൊടുക്കാം. അങ്ങനെ ദേവിയുടെ കയ്യിൽ കൊടുക്കുക. ദേവി അത് തുറന്ന് നോക്കിയിട്ട് അന്തം വിട്ടതുപോലെ നിൽക്കുകയാണ്. ദേവിക്ക് അറിയില്ലല്ലോ ഇംഗ്ലീഷൊന്ന് വായിക്കാനായിട്ട്. അപ്പോൾ അത് അവിടുന്ന് വീണ്ടും ആനന്ദ് പിടിച്ച് വാങ്ങിച്ചിട്ട് പറയാം, നിരക്ഷര കുടുംബം, ഒറ്റ എണ്ണത്തിന് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം അറിയില്ല, വായിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. ഇങ്ങോട്ടെടുക്കുക, ഞാൻ പറയാം. ഇതെന്താണെന്നറിയോ? ഇത് വക്കീൽ നോട്ടീസാണ്. എന്തിനാന്നുള്ളത് അറിയോ?
ഡിവോഴ്സ് ചെയ്യാനുള്ള ഡിവോഴ്സ് നോട്ടീസ്. അത് കേൾക്കുമ്പോൾ ഇവരാകെ ഞെട്ടിത്തരിച്ച് പോകുന്നുണ്ട്. മോനെ എന്തിനാ ഇപ്പം ഇത്? അപ്പോൾ ദേവിക്ക് അങ്ങ് നെഞ്ച് വേദന പോലെ ആയിട്ടോ. പെട്ടെന്ന് ഷോക്കായി, ഹൃദയം തകർന്ന്. ആനന്ദേട്ടാ, എന്താ ആനന്ദേട്ടാ, എന്നെ ഉപേക്ഷിക്കല്ലേ, എനിക്ക് ആനന്ദേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് ദേവി അവിടെ തളർന്നിരിക്കാൻ തുടങ്ങി. പക്ഷേ ആനന്ദാണെങ്കിൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കുന്നില്ല. നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി തന്നെ, എനിക്ക് നിന്നോട് ക്ഷമിക്കാനാവില്ല ദേവി. അത് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്, നമ്മൾ പിരിയുന്നത് തന്നെയാണ്. അപ്പോൾ ഭാനുജ അറിയുന്നുണ്ട്. എന്നാലും ആനന്ദേ മോനെ, നീ അവളോട് ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളല്ലേ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടെങ്കിലും അവസാനം അവനെന്ത് പറയാം, ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ സാവധാനം എടുത്തിട്ട് മതിയായിരുന്നു ഈ ഒരു ഡിവോഴ്സ് എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ നിങ്ങളുടെ മോള് തന്നെയാണ് കാരണം. മിത്രേനെ ഇന്നലെ അവൾ ഫോണിൽ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിക്കണുണ്ട്. ഞാനിവളോട് പറഞ്ഞതാ എൻ്റെ വീട്ടുകാരെ ആരെയും വിളിക്കരുത്, അവരുമായിട്ട് ഒരുപാട് അടുപ്പത്തിനാവരുതെന്ന്. എന്നിട്ടും ഇവളുടെ അടവാണ് അതെല്ലാം. അവളെ വിളിച്ച് അവിടെയുള്ളവരെയൊക്കെ സംസാരിച്ച് എപ്പോഴും ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് നടന്നാലേ അവർക്ക് ഇവളെ കാണണമെന്നും ഇവളവിടെ ചെല്ലണമെന്നൊക്കെ തോന്നുമല്ലോ. അങ്ങനെ ഈ ബന്ധം പിരിയാതെ മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. ഇതൊക്കെ നിങ്ങളുടെ അടവാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എത്രയും വേഗം ഇതങ്ങ് തീരുമാനമാക്കാമെന്ന് വിചാരിച്ചത്. ആനന്ദേട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ മിത്രയെ വിളിച്ചിട്ടില്ല, ഞാൻ അവിടെ ആരെയും വിളിച്ചിട്ടില്ല. ആനന്ദേട്ടൻ അന്ന് പറഞ്ഞില്ലേ ആരെയും വിളിക്കരുതെന്ന്, അതിനുശേഷം ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെ മിത്ര എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. മിത്ര വിളിക്കുമ്പോൾ പറയാൻ പറ്റുമോ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ? അതുകൊണ്ട് അവൾ പറയണത് ഞാൻ കേട്ടിരുന്നു, അത്ര മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. നിന്നെ എനിക്ക് വിശ്വാസമില്ല ദേവി. ആ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനിയും ഞാൻ തീരുമാനിച്ചത് തന്നെയാണ്. ഇത്രയൊക്കെ കാലി പിടിച്ച് പറഞ്ഞിട്ടും ആനന്ദ് അടങ്ങുന്നില്ല എന്ന് മനസ്സിലായ ഉദയഭാനു ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കാമെന്ന് വിചാരിച്ച ആനന്ദിനോട് പറയണ്ട, എടാ നിനക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? എൻ്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ച് തന്നത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് തോന്നുമ്പോൾ അവളെ വലിച്ചെറിഞ്ഞ് കളയാനുള്ളതല്ല. നിന്നെ ഞാൻ ശരിയാക്കൂടാ എന്നൊക്കെ ദേഷ്യത്തി പറയാം. അപ്പോൾ തന്നെ ആനന്ദ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ശരിയാക്കാനോ? നിങ്ങളൊരു തട്ടിപ്പ് വീരനാണ്, അങ്ങനെയാണ് ഈ കല്യാണം നടത്തിയത് എന്ന് ഞാൻ കോടതിയിൽ അങ്ങോട്ട് തെളിയിക്കും. നിങ്ങളുടെ കയ്യിൽ അതിന് ബദലായിട്ട് തെളിവ് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തതിൻ്റെങ്കിലും ഒരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ? സ്വന്തമായിട്ടൊരു വീടുണ്ടോ? ഈ താമസിക്കുന്നത് പോലും വാടകയ്ക്ക്, പോരാഞ്ഞിട്ട് വാടക പോലും കൊടുക്കാനുള്ള 10 കാശ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്കൊരു ജോലിയുണ്ടോ? എല്ലാം ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പക്ഷേ പണവും വീടും സ്വത്തും ഒന്നുമല്ല വലുത്. അതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്, അതൊന്നും തെറ്റല്ല. പക്ഷേ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വേറൊരാളുടെ കൂടെ ജീവിതം നശിപ്പിച്ച് സ്വന്തം മോൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നത് ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ തുറന്ന് പറയും. എല്ലാ തെളിവോടുകൂടി ഞാൻ പറയും. അന്ന് അപ്പോൾ ആരാവോ അകത്താവുക? നിങ്ങളാണോ ഞാനാണോ? പറ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളെ ജയിലിലാക്കണോ? നിങ്ങൾ ജയിലിൽ പോകണമെന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് ചോദിക്കുമ്പോൾ പിന്നെ ഉദയഭാനുവിന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് ഉദയഭാനു പറയാം, വേണ്ട മോനെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. ഞങ്ങളോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ദേവി മോള് അവളെ പറഞ്ഞു വിടരുത് പ്ലീസ് എന്ന്. നീ കൂടെ കൊണ്ടുപോകണം അവളെ, ഇവിടെ വെച്ചിട്ട് പോകരുതെന്നൊക്കെ പറയാം. ഇല്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ ഡിവോഴ്സ് നോട്ടീസിൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം മോളെയും കൂട്ടി കുടുംബ കോടതിയിലേക്ക് വാ, അവിടെ വച്ച് നമുക്ക് കാണാം. പിന്നൊരു കാര്യം, ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ ആരും അധികം അറിയില്ല, നമ്മൾ മാത്രം അറിയാം. അറിഞ്ഞുകൊണ്ട് മാത്രം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും അവിടെ വന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇതങ്ങ് ഒഴിഞ്ഞു പോവും. അല്ലെങ്കിൽ അറിയാമല്ലോ പ്രശ്നങ്ങളാവും എന്നുള്ളത്. അതിനേക്കാളും നല്ലത് ആലോചിച്ച് ചിന്തിക്കുക. അപ്പോൾ കുടുംബ കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ആ പോയ സമയം മുതൽ നമ്മുടെ ദേവി ആകെ തളർന്നു പോയി. അങ്ങനെ ദേവിക്ക് ആഹാരവും ഒന്നും ഇറങ്ങണില്ല, അല്ലെങ്കിൽ വിഷമത്തോടെ ഒന്നും കഴിക്കാറില്ലാതെ നിൽക്കുന്ന സമയത്ത് ഇതും കൂടെ കേട്ടപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ഒത്തിരി സമാധാനിപ്പിക്കാൻ ചെല്ലണമെങ്കിലും ദേവി പറയുന്നുണ്ട്, അതെ ഇത്രത്തോളം നിങ്ങൾ രണ്ടുപേരും എന്നെ ഒത്തിരി സഹായിച്ചു, ഇനി ദേവി ഇത് എന്നെ സഹായിക്കാൻ നിൽക്കണ്ട, എനിക്ക് മതിയായി, ഈ ജീവിതം ഇത്രത്തോളം എത്തിച്ചല്ലോ, സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കട്ടോ. ഇനി എന്തൊക്കെ തന്നെയായാലും ആനന്ദ് ഓക്കെ പറയാതെ അവിടെ ചെന്ന് കയറാനും പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേവിക്ക് പെട്ടെന്നൊരു ഛർദിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പലതവണ ആഹാരം കൊടുക്കുമ്പോഴും ദേവി കഴിക്കാതെ പോയി ഛർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ വിഷമം കൊണ്ടായിരിക്കും ആദ്യം വിചാരിക്കുന്നത്. ഉദയഭാനു വാരിയൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ടോ കഴിക്കും മോളേന്ന്, കാരണം അത്ര സങ്കടമായിപ്പോയി. ദേവിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കണൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ശ്രീകല മനസ്സിലാക്കുന്നുണ്ട്, അതേ വേറൊന്നും കൊണ്ടല്ല ഉദയേട്ടാ, ഇവളൊരു പക്ഷേ പ്രഗ്നൻ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അവൾക്ക് ഇതൊക്കെ മനം പുരട്ടെന്നാണ് എനിക്ക് തോന്നണേന്ന്. അപ്പോൾ ദേവി ആലോചിക്കുക, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം.
ഞാനിനി ഗർഭിണിയാണോ എന്ന് ദേവിയും ചിന്തിക്കുക കേട്ടോ. അങ്ങനെ അവർക്കത് മനസ്സിലാവുന്നുണ്ട്, ശരിക്കും ദേവി ഗർഭിണിയാണെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീകല. അങ്ങനെ ഉദയഭാനുവിനോട് ഇത് പറയുക. അപ്പോൾ തന്നെ ഉദയഭാനു പറയേണ്ട മോളെ ദൈവം നമുക്കൊരു വഴി കാണിച്ചു തന്നു. ഇത് നമ്മൾ മുങ്ങി താഴാൻ പോണ ഒരു കപ്പൽ, അതിനൊരു കച്ചിത്തുരുമ്പാണിത് പിടിച്ച് കയറാനുള്ളത്. ഇനി ഒരിക്കലും നിന്നെ ആനന്ദിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ, നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആനന്ദല്ലേ? അതുകൊണ്ട് ഈ ദൈവം നമുക്ക് കാണിച്ചെന്നൊരു വഴിയാ മോളെ, വിട്ട് കളയരുത്. ഇവിടെ പിടിച്ചോളണം നീ. ഇനി വേണം നിൻ്റെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ നീ മുന്നോട്ട് കൊണ്ടുപോയി ദൈവമംഗലത്തിൽ ചെന്ന് കയറാനുള്ളൊരു അവസരമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനേ ഈ ഒരു സന്തോഷ വാർത്ത അവിടെ വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുക. അപ്പോൾ ശ്രീകല പറഞ്ഞിട്ട് അത് വേണ്ട ഉദേട്ടാ, നമ്മൾ ഫോണിൽ കൂടെ പറയുന്നതിന് അതൊരു രസം ഉണ്ടാവില്ല, നമുക്ക് നേരിട്ട് പോയി പറയണം, അതാണ് വേണ്ടത്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ തന്നെ പിന്നീട് ദേവിക്ക് അതൊരു ഉറപ്പായി കേട്ടോ അവിടെ ചെന്ന് കയറാനായിട്ട്. അങ്ങനെ ചെല്ലാം ദേവമംഗലത്ത് പോവാം എന്നുള്ള പ്രതീക്ഷയിൽ അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്